ഞാൻ ഇഗ്നോയില് MBA ഫിനാൻസ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇഗ്നോയില് പഠിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ പോയി പഠിക്കാൻ പറ്റില്ല, ചെറിയൊരു മോളുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയരുത് എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ജോയിൻ ചെയ്തായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ അപ്പം തന്നെ ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ ലേൺ വൈസ് എൻ്റെ ഹസ്ബൻഡിന് ഒരാൾ റെഫർ ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ അറിയണത്. അങ്ങനെ പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പം അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ശ്രദ്ധിച്ച് അവരെന്തൊക്കെയാണ് അവർ ഫെസിലിറ്റീസ് എന്തൊക്കെ നൽകുന്നുണ്ട് എന്നൊക്കെ നോക്കി. മെൻറ്ററോട് കൂടിയിട്ടുള്ളൊരു ലേണിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അതാവുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നൊക്കെ, അല്ലെങ്കിൽ നമ്മളൊക്കെ വിട്ടുപോയില്ലേ. അങ്ങനെ അപ്പോൾ MBA എടുക്കണമെന്ന് എനിക്ക് ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു. MBA എടുത്തിട്ടൊരു എൻ്റർപ്രനർ ആവുക എന്നുള്ളത്. പക്ഷെ അത്ര എളുപ്പമല്ല എന്നറിയാം, എന്നാലും എനിക്ക് പറ്റും തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എനിക്ക് MBA ഇതിൽ എടുക്കാൻ പറ്റാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇഗ്നോ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം പോയി പഠിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. എനിക്ക് പോയി പഠിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല, ചെറിയൊരു മോളുണ്ട്. അതുകൊണ്ട് ഓൺലൈനായിട്ട് പഠിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇഗ്നോ ചൂസ് ചെയ്തത്. പിന്നെ MBA എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എവിടെയൊരു ലാഗ് വരുത്താതെ ഡിഗ്രി പാസ്സായ അപ്പം തന്നെ ഇനി ടൈം കളയണ്ടല്ലോ വെച്ചിട്ടാണ് വേഗം ഇഗ്നോയിൽ ജോയിൻ ചെയ്തത്. പിന്നെ ലേൺ വൈസ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനാരോ റെഫർ ചെയ്തിട്ടാണ് അറിയണത്. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ഒരു സപ്പോർട്ടിന് ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും എന്താണ് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ലേൺ വൈസ് ചൂസ് ചെയ്തത്. പിന്നെ മെൻറ്റർഷിപ്പോട് കൂടിയിട്ടാണെങ്കിൽ നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. നമ്മളൊരാൾ ഗൈഡ് ചെയ്യാനുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളൊക്കെ വിട്ടുപോവില്ലേ. അതുകൊണ്ട്